കണ്ണുറക്കുന്ന എനിക്ക് എന്തെങ്കിലും പറ്റിയ? അമ്മ ഇത് കണ്ടോ? ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് എന്താ കിട്ടിയെന്ന്? എന്റെ സർളെ, വീട് വൃത്തിയാക്കണോ അതോ കിളച്ചെടുക്കുകയാണോ? ഓരോന്ന് കണ്ടുപിടിച്ച് വരികയാണല്ലോ. നോക്കിക്കമ്മേ, നമ്മുടെ പ്രിയയുടെ അബിയുടെയും കല്യാണ ഫോട്ടോയാ. എന്താ? എവിടെ? നോക്കട്ടെ. ദേ നോക്കിക്കേ. എന്താ പൊട്ടിയത്? അമ്മ ഇത് പൊട്ടിയത് എന്തെങ്കിലും അപശകുനായിരിക്കോ? മിണ്ടാതിരി സർല. നിങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണോ അതോ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണോ? എന്റെ സർലേ, ഇതൊരു ആക്സിഡന്റ് ആണ്. ഒരു ഫോട്ടോ ഫ്രെയിം താഴെ വീണു, അതങ്ങ് പൊട്ടിപ്പോയി. എനിക്കൊന്നും തോന്നിയില്ല. ജാനകി, ഇവിടെ വാ. പുറത്തു പോയിട്ട് ഇതൊന്ന് തട്ടിക്കൊടിഞ്ഞ് കൊണ്ടുപോവാ. ഇപ്പൊ തന്നെ കൊണ്ടുപോവാ. ചെല്ല്, പെട്ടെന്ന് വാ. ഒന്നുമില്ല, എന്നെ നോക്ക്. എന്തെങ്കിലും ഒന്ന് പറ. നോക്ക്. ചേച്ചി, ആംബുലൻസ് വരും. ചേച്ചി പേടിക്കണ്ട. പ്രണവ്, വെള്ളം, കുറച്ച് വെള്ളം കൊണ്ടുവാ. ആരെങ്കിലും ഉണ്ടോ അവിടെ? കുറച്ച് വെള്ളം കൊണ്ടുതാ. അബി, അബി കണ്ണു തുറക്ക്. അബി, അബി പ്ലീസ്. അബി കണ്ണു തുറക്ക്. അബി, നമുക്ക് സമയമില്ല പ്രണവ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എക്സ്ക്യൂസ് മീ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. സർ, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. സഹായിക്കുന്നേ. ആ സ്ട്രെച്ചറിങ് എടുക്ക്. വേഗം 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 പെട്ടെന്ന് എടുക്ക്. സൂക്ഷിച്ച്. ഒന്നുമില്ല, ഒന്നും പറ്റില്ല. മാഡം, നിങ്ങൾ അകത്തേക്ക് കയറ്. ഒന്നുമില്ല നിങ്ങൾക്ക്. നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, ഒന്നും സംഭവിക്കില്ല. ചേച്ചി, ചേച്ചി പേടിക്കണ്ട, ഒന്നും പറ്റില്ല. ചേച്ചി, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രിയ അഭിയുടെ കൂടെ ഉള്ളിടത്തോളം അവന് ഒന്നും സംഭവിക്കില്ല. എനിക്കും അതും വിശ്വാസമാ. പ്രിയ ഉള്ളപ്പോ അവനും അവൾക്കും അപകടം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്റെ മനസ്സ് വല്ലാതെ പേടിക്കുക. എന്ത് ചെയ്യാനാ? ഒന്നും സംഭവിക്കില്ല ചേച്ചി. ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കെ. ചേച്ചി ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജ്യൂസ് കുടിക്കുക. അപ്പൊ ചേച്ചിയുടെ ടെൻഷനൊക്കെ കുറയും. റോബിൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാം. ചേച്ചി സമാധാനമായിട്ടിരിക്കും. ഞാനിപ്പോ വരാം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. ഈ ഫോൺ, റോബിൻ,
ഫോണൊന്ന് എടുക്ക്. ആ ആലിയാണെങ്കി മേക്കപ്പ് ചെയ്തോണ്ടിരുന്ന ഫോൺ പോലും എടുക്കില്ല. ഓരോ ശീലങ്ങൾ. റോബിൻ, ആരെങ്കിലും ഫോൺ എടുക്ക്. ഏയ് റോബിൻ, ഇന്ദു, ഫോൺ. ആ തനു പറയ്. എന്ത് പറയാനാ, ഒന്നും മനസ്സിലാവുന്നില്ല. അവര് വെടിവെച്ചു. ആരെ ഷൂട്ട് ചെയ്തു? അവര് പ്രിയെ വെടിവെക്കാൻ നോക്കിയതാ. അബിക്കാണ് കൊണ്ടത്. ചേച്ചി 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 എന്തു പറ്റി? അത് പ്രിയയും പ്രണവും ചേർന്ന് അബിയെ എടുത്തോണ്ട് പോയി. ഓൾമോസ്റ്റ് എല്ലാം മരിച്ചതുപോലെ. അത് അവര് രണ്ടുപേരും അബിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് പ്രിയയും പ്രണവിനെ മാത്രം പോകാൻ അനുവദിച്ചെന്താ? നിനക്കും കൂടി പോയായിരുന്നില്ലേ? നീ ഏട്ടന്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ? എന്നിട്ട് അവിടെ നടന്നതൊക്കെ കണ്ട് നീ വെറുതെ നിൽക്കോണ തനു. നിലവിളിക്കല്ലേ ആലിയ. പ്രിയെ അപകടപ്പെടുത്താൻ നോക്കിയപ്പോ അവൻ ഇടയ്ക്ക് കയറി വെടികൊണ്ടു. രക്തം ഒരുപാട് പോയി. കണ്ണടഞ്ഞു കിടന്നു. ആ പ്രിയ എന്നെ അബിയുടെ അടുത്ത് പോലും ചെല്ലാൻ സമ്മതിച്ചില്ല. ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്കും. നിന്നെ അതാ ഫോൺ ചെയ്തത്. നീ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. അതുകൊണ്ട് അവിടെ മിണ്ടാതെ എന്റെ മെസ്സേജിനായിട്ട് വെയിറ്റ് ചെയ്യ. ഏട്ടനെ കൊണ്ട് അവർ ഏത് ഹോസ്പിറ്റലിലാ പോയതെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് പറയുമ്പോ മാത്രം നീ അവിടെ നിന്ന് വന്നാ മതി. കേട്ടോ തനു? ഓക്കെ. ആൻഡ് ബൈ ദ വേ, നീ ഈ ലോകത്തെ ഏറ്റവും വലിയ ഡം ആൻഡ് ഇറസ്പോൺസിബിൾ പേഴ്സൺ ആണ്. മുൻപായിരുന്നെങ്കിൽ ഞാൻ ഏട്ടന്റെ വിവാഹം നീയുമായിട്ട് ഒരിക്കലും നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ നോക്കിക്കൊള്ളാന്ന് അച്ഛമ്മയോട് പ്രോമിസ് ചെയ്തതാ ഞാൻ. ജീവിതത്തിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത്തവണയല്ല ഞാൻ കാരണം ഉണ്ടായത്. എനിക്കിനി നിങ്ങളുടെ സ്നേഹം വേണ്ട. എപ്പോഴും നിങ്ങളുടെ ജീവൻ ഞാൻ അപകടത്തിലാക്കും. വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ എന്റെ അടുത്തേക്ക് എത്തിയത്? അതുകൊണ്ടല്ലേ. ഒരു നിമിഷം അച്ഛമ്മയെ കുറിച്ച് എന്താ ചിന്തിക്കാത്ത? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അച്ഛമ്മയ്ക്ക് പിന്നെ ആരുണ്ട്? ഒരു നിമിഷം പോലും എന്റെ കാര്യം ചിന്തിച്ചില്ലല്ലോ. എനിക്ക് ആരുണ്ടെന്ന്. എത്രത്തോളം സ്നേഹമാണ് ഇവർക്കിടയിൽ, എന്നിട്ട് ഒരുമിക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്തെത്തുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്താ ഈശ്വര, എന്താ ഇങ്ങനെ? എന്തിനാ ഈ സ്നേഹത്തിൽ ഇത്രയും തടസ്സം? ഇവരെ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിച്ചൂടെ? ഇനി എത്ര സമയം എടുക്കും പ്രണവ്? ഡ്രൈവർ, കുറച്ചുകൂടി സ്പീഡിൽ പോവൂ പ്ലീസ്. പ്ലീസ് ചേട്ടാ, ഒന്ന് വേഗം പോവോ? പേടിക്കണ്ടേ ചേച്ചി, പെട്ടെന്നെത്തും. അച്ഛമ്മ എങ്ങനെയാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? അതെങ്ങനെയാന്ന് വെച്ചാ ആ കോറിഡോറിലുണ്ടായിരുന്ന ഫോൺ എടുത്തു, അങ്ങനെ അറിഞ്ഞതാ. എല്ലാം എന്റെ തെറ്റാ. ഡാം ഇറ്റ്. ഞാൻ ഫോൺ എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് കോള് ലാൻഡ് ലൈനിലേക്ക് ഫോർവേഡ് ആയി. ഐ എം സോ സോറി അച്ഛമ്മ. എല്ലാ കാര്യങ്ങളും ശരിയാവും. വലിച്ച ഡോക്ടറിനെ വിളിച്ചല്ലോ അല്ലേ? വിളിക്കാനായി രാജേത പോയിട്ടുണ്ട്. അതൊന്നും വേണ്ട. ഇത് പറ, അഭിക്ക് എങ്ങനെയുണ്ട്? പ്രിയയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ചേച്ചി, അവർക്കൊരു കുഴപ്പമില്ല. ചേച്ചി സമാധാനിക്കേ. അച്ഛമ്മ ഒട്ടും ടെൻഷൻ ആകണ്ട.
അച്ഛമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച അച്ഛമ്മയുടെ ആരോഗ്യം ഇനിയും മോശമാകും. അങ്ങനെ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ അബിക്ക് പിന്നെ ആരാ ഉള്ളത് അച്ഛമ്മേ? സോ പ്ലീസ് അച്ഛമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അതെ ചേച്ചി, ചേച്ചി സുഖമായിരുന്ന അബിയും സുഖമായിരിക്കും. ഡോക്ടർ വന്നു, വരൂ. വലിച്ച ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. ഏട്ടൻ്റെ അടുത്ത് ആരെങ്കിലും വേണം. ആ മോളെ, ഞാനും നിന്റെ കൂടെ വരാം. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും അച്ഛമ്മയുടെ അടുത്തുണ്ടാകണം. അച്ഛമ്മയ്ക്ക് നിങ്ങൾ എല്ലാവരെയും ആവശ്യമുണ്ട്. പ്രിയയെ പോലും ആവശ്യമുണ്ട്. എന്നെ ആവശ്യമില്ല. സിസ്റ്റർ സിസ്റ്റർ സിസ്റ്റർ, എന്റെ ഫ്രണ്ടിന് വെടിയേറ്റു. ഇറ്റ്സ് എൻ എമർജൻസി. പ്ലീസ് ഡോക്ടറിനെ ഒന്ന് വിളിക്കൂ പ്ലീസ്. സർ, ഇത് പോലീസ് കേസാണ്. ഇതിനാദ്യം FIR ഫയൽ ചെയ്യണം. എന്നിട്ട് കുറച്ച് ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതിനുശേഷമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇവിടെ ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തില്ല. നിങ്ങളിപ്പോ ഫോമിന്റെ കാര്യം പറയുന്നത്? ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ചെയ്യൂ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തോളാം. സിസ്റ്റർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. ഇവന് വെടിയേറ്റു, ബ്ലഡ് ഒരുപാട് പോയിരിക്കുക. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇവന് എന്ത് സംഭവിക്കാം? പ്ലീസ് ഡോക്ടറിനെ ഒന്ന് വിളിക്കൂ. ഫോർമാലിറ്റി ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ. ഡോക്ടർ അവിടെ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? മാഡം, ഡോക്ടർ ഇപ്പൊ വരും. നിങ്ങൾ ദയവായി പുറത്ത് നിൽക്ക്. അതെ, എന്താ ഇത്ര സമയം എടുക്കുന്നത്? ഞങ്ങളുണ്ടല്ലോ മാം. ഓപ്പറേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ പ്ലീസ് പുറത്തേക്ക് പോകണം. ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കുക. അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്കിപ്പോ ഈ നിമിഷം ഡോക്ടറെ കാണണം. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് പോകും. പ്ലീസ്, നിങ്ങൾ ദയവ് ചെയ്ത് ഡോക്ടറെ എന്ന് വിളിക്കും. വാട്ട് ഹാപ്പൻ? എന്താ ഇത്? ഡോക്ടർ സാർ, ഇദ്ദേഹത്തിന് വെടിയേറ്റതാ. ഒത്തിരി ബ്ലഡ് പോയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തൊന്ന് രക്ഷിക്കണം സാർ. അല്ല, ഇത് അബിയല്ലേ, റോക്ക് സ്റ്റാർ? അതെ സാർ. നിങ്ങൾ പേടിക്കാതിരിക്കുക, ഞാൻ നോക്കാം. പ്ലീസ് ഡോക്ടർ സാർ, ഇദ്ദേഹത്തെ രക്ഷിക്കണം. ഒന്നും പറ്റരുത്. ഡോണ്ട് വെറി. ഇദ്ദേഹത്തിന്റെ തോളിലാണ് വെടിയേറ്റത്. ഞാൻ മാക്സിമം പരിശ്രമിക്കാം. പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്. സിസ്റ്റർ പ്ലീസ്. മാഡം പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോകും. ചേച്ചി ധൈര്യത്തോടെ ഇരിക്കെ. അബിക്കൊന്നും സംഭവിക്കില്ല. ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട്. ഒന്ന് വിശ്വസിക്ക് ചേച്ചി. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല പ്രണവ്. ദൈവം നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനൊന്നും വരില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ സംശയം. ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ദൈവം ഉണ്ടെന്നുള്ളതിന്റെ പ്രൂഫ് ഒന്നും എനിക്ക് വേണ്ട. ഉണ്ടെന്നുള്ളതിന്റെ ഒരു ലക്ഷണമെങ്കിലും കാണിക്കണ്ടേ? നമ്മൾ പ്രശ്നത്തിലാവുമ്പോഴാ ദൈവത്തെ ഓർക്കുന്നത്. അപ്പൊ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റല്ലേ വേണ്ടത്? ഇവിടെ ദൈവം മനഃപൂർവ്വം നമ്മളെ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുക. എന്നോട് ദൈവത്തിന് എന്തോ വൈരാഗ്യമുള്ള പോലെ ഞങ്ങളെ എന്തോ അകറ്റാനാ നോക്കുന്നത്. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർത്ത പോരെ. എന്തിനാ അദ്ദേഹത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഈശ്വരനുണ്ടായിരുന്നെങ്കിൽ പ്രണവ്, അദ്ദേഹത്തിന് ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നു, ഓർമ്മശക്തി പോവില്ലായിരുന്നു, ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അദ്ദേഹം ഈ ലോകത്ത് ആർക്കും ആപത്ത് വരാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എന്നാ കൊള്ളരുതായ്മ ചെയ്യുന്നവർക്കൊപ്പമാ എന്ന് ദൈവം നിന്നിട്ടുള്ളത്. അവരുടെ പക്ഷമാ ശരിയെന്ന് എപ്പോഴും. ചേച്ചി സമാധാനിക്കും.
സിസ്റ്റർ, എന്റെ ബ്രദർ അഭിഷേക് പ്രേമനോൻ. ആ വെടികൊണ്ട ആളാണോ? ആ, അത് തന്നെ. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. ഐ ഹോപ്പ് ഏറ്റവും നല്ല ഡോക്ടർ തന്നെയല്ലേ ഏട്ടനെ നോക്കുന്നത്. വേറെ സ്പെഷ്യലിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, ഞാൻ അവരെ ഫോൺ വിളിച്ച് സംസാരിക്കാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്തരുത്. ഞാൻ പറയുന്നത് എന്റെ ഏട്ടന് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നെ കിട്ടണം. ഒരു കുറവും വരാൻ പാടില്ല. മാം ഒന്ന് സമാധാനിക്കുക, എല്ലാം ശരിയായിട്ടാണ് നടക്കുന്നത്. ഏട്ടന്റെ ഓപ്പറേഷൻ നടക്കുന്ന തിയേറ്റർ എവിടെയാ? അവിടെ. ദാ വരുന്നു. ആലിയ, നീ ഇപ്പോ ചേട്ടന്റെ കാര്യം ഓർത്ത് ടെൻഷനിലായിരിക്കും എന്നറിയാം. ഞാൻ ഡോക്ടറോട് സംസാരിച്ചതാ. അദ്ദേഹം പറഞ്ഞത് അധികം പേടിക്കേണ്ട ആവശ്യമില്ല. വെടിയുണ്ട ഷോൾഡറിലാ കൊണ്ടിരിക്കുന്നത്. അത് വേഗത്തിൽ മാറ്റാനാകുന്ന, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന. ബുള്ളറ്റ് ഡോക്ടർ എടുത്ത് മാറ്റും. പക്ഷെ നിന്നെ ഏട്ടന്റെ ലൈഫിൽ നിന്ന് ആരും മാറ്റും പ്രിയ. കാരണം നീ ഏട്ടന്റെ കൂടെ ആയിരിക്കുമ്പോ ഒന്നും നന്നായി നടക്കാറില്ല. എല്ലാം നീ കാരണമാണ് ഉണ്ടായത്. നിന്നോട് ആരാ പറഞ്ഞത് ഫോൺ ചെയ്യാൻ? ആരെയാ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിച്ചത്? എന്റെ ഏട്ടൻ അവിടെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നില്ല. നീ ഫോൺ ചെയ്തത് കൊണ്ട് എല്ലാം ഉണ്ടായത്. എന്തിനാ നീ അത് ചെയ്തത്? അത് ഞാൻ ആ സമയം നീ കാരണമാ എന്റെ ഏട്ടന് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നീ ഫോൺ ചെയ്യാതിരുന്നെങ്കിൽ പ്രിയ, അവര് പാനിക് ആകില്ലായിരുന്നു, ദേഷ്യപ്പെടില്ലായിരുന്നു. അവർ നിന്നെയല്ലേ കൊല്ലാൻ നോക്കിയത്. ഏട്ടൻ ഇടയ്ക്ക് കയറി വന്നു. അത് നീ കാരണം. All because of you. നീയാണ് കാരണക്കാരി. ഏട്ടന് ഈ അവസ്ഥയിലാക്കിയത് നീയാ. നീ നാടകം കളിക്കുക ഓരോ തവണയും. ഞാൻ നാടകം കളിക്കല്ല ആലിയ, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ. നീ ആരെയും രക്ഷിക്കാനല്ല നോക്കിയത് പ്രിയ. നീ കാരണമാണ് ഏട്ടൻ ഈ അവസ്ഥയിലായത്. ഇനി ചിലപ്പോ ഏട്ടൻ രക്ഷപ്പെട്ടൊന്നും വരില്ല. നീ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? എന്തിന്? നോക്ക്, അച്ഛമ്മ പറയാറില്ല എപ്പോഴും സാവിത്രിയെ പറ്റി. അവള് കാലന്റെ കയ്യിൽ നിന്ന് തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവന്നെന്ന്. നീ പക്ഷെ തിരിച്ചാ ചെയ്യുന്നത്. നിനക്കറിയോ ആളുകൾ എങ്ങനെയാ നിന്നെ കാണുന്നെന്ന്? എന്താന്നോ, നിന്നെ പോലൊരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ഏത് ഭർത്താവും ഏത് സമയത്തും കാലിന്റെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വരും. സകലത് നീ കാരണമാണ്. നിനക്കാണ് ബുള്ളറ്റ് കൊള്ളേണ്ടിയിരുന്നത്. നീയാണ് ഹോസ്പിറ്റലിൽ ആകേണ്ടിയിരുന്നത്, അല്ലാതെ ഏട്ടനല്ല. നീ എപ്പോഴും പറയാറുള്ളത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നെന്ന്. പക്ഷെ നീ ശരിക്കും ചെയ്തതെന്താ? നീ ഓരോ തവണയും നീ ചെയ്ത കുട്ടിയ കാര്യങ്ങളെല്ലാം എന്റെ ഏട്ടനെ അഫക്ട് ചെയ്തോണ്ടിരുന്നത്. ഇതാണോ നിന്റെ ആഗ്രഹം? ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നീ ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. നീ ഇത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ എപ്പോഴും നാടകം കളിച്ചോണ്ടിരിക്കുന്നത്. പാവം എന്റെ ഏട്ടനെ എല്ലാം സഹിക്കേണ്ടി വരുന്നു. എന്തിനാ നാടകം കളിക്കുന്നത്? എന്തിന്? നീ ഏട്ടനെ സ്നേഹിക്കുന്നു അഭിനയിക്കുന്നത് എന്തിനാ പ്രിയ? നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? വലിയ പ്രസംഗമൊക്കെ നടത്തുമല്ല നീ. പരസ്പരം സ്നേഹിക്കുന്നവര് അവരുടെ സ്വന്തം സന്തോഷമല്ല, അവര് മറ്റുള്ളവരുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്ന്. അതായത് അവര് സ്നേഹിക്കുന്നവരുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്ന്. നിനക്ക് എന്റെ ഏട്ടനോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? എപ്പോഴും എല്ലാ തവണയും. നിനക്കറിയോ എന്താന്ന്? കാരണം നീ സെൽഫിഷ് ആണ്. നീ ഏറ്റവും വലിയ സെൽഫിഷ് പേഴ്സൺ ആണ്. എന്നിട്ട് നീ എന്നെ സെൽഫിഷ് എന്ന് പറയുന്നോ? നീ തന്നെയാണ് സെൽഫിഷ്. കാരണം നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഏട്ടന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുന്നത് ഏട്ടന്റെ ലൈഫിൽ എത്രമാത്രം അപകടം ഉണ്ടാക്കുമെന്ന് നിനക്കറിയാവുന്നതല്ലേ പ്രിയ? പക്ഷെ നിന്റെ ഈ സെൽഫിഷ്നെസ് കാരണം നീ ഇത്രയും തരം താഴ്ന്ന് പ്രവർത്തിച്ചു. എല്ലാ ആളുകളുടെയും മുന്നിൽ നീ നിന്റെ മുഖം മറിച്ച് നാടകം കളിച്ചു. എന്റെ ഭർത്താവ്, എന്റെ സിന്ദൂരം, എന്റെ ഭാഗ്യം, എന്തൊക്കെയാ നീ പറഞ്ഞു കൂട്ടിയത് പ്രിയ? നിനക്ക് എന്താ വേണ്ടത് നിനക്ക് പ്രിയ? നീ ചെയ്തതുപോലെ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നാടകമൊക്കെ കളിക്കായിരുന്നു. പക്ഷെ എന്റെ ഏട്ടനാത്. I'm not gonna do that. ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ സഹോദരനത്. ഇനി എന്തൊക്കെ വഴക്ക് കൂടിയാലും, എത്ര ദേഷ്യപ്പെട്ടാലും, ഇനി എത്ര വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞങ്ങളുടെ ബന്ധം തകർന്നു പോകില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്ക് നാടകം കളിച്ച് ഏട്ടനോടുള്ള ബന്ധത്തെ മുതലെടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം ഞാൻ നിന്നെ പോലെയല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പ്രിയ. നീ കാരണമാണ് ഇന്ന് ഏട്ടൻ ഈ അവസ്ഥയിലായത്. ഒരു തവണയെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ പ്രസൻസ് കാരണം എന്റെ ഏട്ടന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നെന്ന്. നിന്റെ മനസ്സിൽ ശരിക്കും ഏട്ടനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ എപ്പോഴും ഏട്ടനെ സേഫ് ആക്കാനേ നോക്കുള്ളായിരുന്നു. എന്നിട്ട് നീ എന്തൊക്കെയാ ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കുന്നത്? ഓരോ സമയവും
ഏട്ടൻ അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിന്റെ പ്രസൻസ് ഏട്ടൻ ഒരു ഡേഞ്ചർ ആണ് പ്രിയ. കണ്ടില്ലേ ഇപ്പൊ എന്തവസ്ഥയിലാ കിടക്കുന്നത്? നീ കണ്ടില്ലേ പ്രിയ? ഇനി നീ ഏട്ടന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എപ്പോഴൊക്കെ നീ ഏട്ടന്റെ കൂടെ ഉണ്ടോ അപ്പോഴെല്ലാം ആ സമയത്തെല്ലാം ഏട്ടന്റെ ലൈഫിൽ എപ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പ്രിയ. നീ എന്റെ ഏട്ടനെ ഇങ്ങനത്തെ അവസ്ഥയിലാക്കിയത്